Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗിന്റെ സീസൺ 3ന്റെ എപ്പിസോഡ് 3 ആണ്. അഥവാ സോളോ ലെവലിംഗ് മാൻഹുഡ് 116 മുതൽ 118 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഗൈസ്, നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു കിഡിലെ സപ്പോർട്ടാണ് കഴിഞ്ഞ 2 വീഡിയോയിലും നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നത്. ഞാൻ അതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇത്രയധികം സപ്പോർട്ട് എനിക്ക് തരുമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതിന് ഒട്ടും തന്നെ കുറവ് വരുത്തില്ലെന്ന് ഞാൻ പറയുകയാണ്. കാര്യം നിങ്ങളിങ്ങനെ സപ്പോർട്ട് തരാൻ നിർത്തി എനിക്കും അതൊരു മോട്ടിവേഷനായി എല്ലാ ദിവസവും കിഡിലിനായിട്ട് ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇടാൻ എനിക്ക് തോന്നത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എല്ലാവരും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാര്യം നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നിടത്ത് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അത് ലഭിക്കാതെ പോകും. കാര്യം കുറേ അധികം കൂട്ടുകാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വെക്കേഷൻ ഒന്നുമില്ല. എനിക്ക് ക്ലാസ് ഉണ്ട്, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്ന് വേണം എനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ, പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തരാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്ന ടൈം എങ്ങനെ പോയാലും ഒരു 3 മണിക്കും വൈകുന്നേരം 7 മണിക്കും ഇടയിലായിരിക്കും. കാര്യം ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി സെറ്റാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്, പക്ഷേ എൻ്റെ ഒരു അവസ്ഥ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗിന്റെ സീസൺ 3ന്റെ എപ്പിസോഡ് 3 ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ നൈറ്റ് ഗിൽഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ പറയുന്നുണ്ട്, ബോസ് ഇന്നലെ ഒരു വലിയൊരു ഗേറ്റ് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹണ്ടർ അസോസിയേഷൻ വെച്ച് പറയുന്നത് നോക്കാൻ നേരത്ത് ആ ഗേറ്റ് വളരെയധികം റിസ്ക്കുമാണ്, ഹൈയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്കുള്ള എൻട്രി പെർമിറ്റ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെയാണോ? അതെന്ത് പറ്റി? അതുപോലെ എസ് റാങ്ക് വല്ലതാണോ? അങ്ങനെയൊന്നുമില്ല. അത് ഒരു ടോപ്പ് ടയറുള്ള എ റാങ്ക് ഗേറ്റ് ആണ്. ഇനി എന്തിനാണ് അതിൻ്റെ അകത്തോട്ട് കയറി ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ എന്തായാലും നമ്മൾ മരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ബോസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കൺട്രിയിൽ തന്നെ 5 മേജറുള്ള ഗിൽഡിലെ ഒരു ഗിൽഡാണ്. നമ്മളിത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്തൊക്കെ പറയാമെന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ എസ് റാങ്കും ഇല്ല. എന്തിന് എ റാങ്കിൽ കൂടെ അങ്ങനെ ബാൻ പവർ ആയിട്ടുള്ള നമുക്ക് ആരും തന്നെ ഇല്ല. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ തന്നെയാണ്. എയും ബിയും സിയും ഡിയും ഇയും എല്ലാം പല പല റാങ്കാണ്. എല്ലാവരും ഇത് ഒന്നാണെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. സാർ ഞാൻ പറയുവാണ്, ഇത് നമ്മളിപ്പോൾ പാസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഏതെങ്കിലും മേജറുള്ള ക്ലാൻ ഇതെടുത്ത് പിടിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്ന് ഇത്ര നല്ല ഗോൾഡൻ ഉള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നീ എന്തുകൊണ്ടാണ് പറയാൻ നോക്കുന്നത്? നമ്മളെൻ്റെ ചാകാൻ വേണ്ടി അതൊരു മനഃപൂർവ്വം കയറി ചെല്ലണം. ബോസ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ എ റാങ്ക് ഹണ്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള ഗിൽഡ്സിലെ മേജറുള്ള ഗിൽഡ്സിലെ എ റാങ്ക് ഹണ്ടേഴ്സിനെ വെച്ച് നോക്കാനത് നമ്മുടെ എ റാങ്ക് ഹണ്ടേഴ്സിന് അത്ര പവറും ഇല്ല, അത് മാത്രമല്ല അത്ര എണ്ണവും ഇല്ല. പിന്നെ നമ്മുടെ കൂടെ ഒരു എസ് റാങ്ക് ഹണ്ടർ പോലും ഇല്ല. ഈ ഒരു കാര്യമാണ് മറ്റുള്ള ഗിൽഡിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. അപ്പം തന്നെ അവിടേക്ക് മറ്റൊരാൾ വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗിൽഡായിട്ട് നമുക്ക് ചെറിയൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്താലോ? അത് നല്ല ഐഡിയ. ഇവിടെ ഒറ്റക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് മറ്റൊരു ഗിൽഡിൻ്റെ അടുക്കൽ പോയി നമ്മൾ ഈ കാര്യം പറയുന്നത്? നമ്മുടെ അലയാകാൻ നമുക്ക് ആ ഗേറ്റ് പോയി ക്ലിയർ ചെയ്യാമെന്ന് നിനക്കതിനെ ബോധമില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗിൽഡ് വേണ്ട, വേറെ ഐഡിയ ഉണ്ടല്ലോ, ഒരു ഇൻഡിവിജ്വൽ ആയാലോ? ഇൻഡിവിജ്വലാ? ഈ സംസാരിക്കുന്നത് ടോപ്പ് ടയർ എ റാങ്ക് ഗേറ്റ് ആണ്. അതിൻ്റെ അകത്തോട്ട് ആർക്കാണ് ഒറ്റക്ക് കയറി ചെന്ന്? അപ്പോഴാണ് പുള്ളിക്കാരന് ആ ഒരു കാര്യം മനസ്സിലായത്. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഞാൻ ആരെ പറ്റിയാണ് പറയണമെന്ന് മനസ്സിലാക്കാണ്. നീ പറയുന്നത് ജിൻവുവിനെ പറ്റിയല്ലേ? അത് തന്നെ, ജിൻവു. അതെന്തായാലും കൊള്ളാം. കാര്യം മറ്റൊരു ഗിൽഡായിട്ട് നമ്മളിപ്പോൾ അലയൻസ് ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മുടെ ഗിൽഡിനെ ഉറപ്പായിട്ടും ചീത്തപ്പേരാ. പക്ഷേ ജിൻവു ആയിട്ട് ഇപ്പം അത്യാവശ്യം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. അവനായിട്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കും നമ്മുടെ ഗിൽഡിൽ ചെറിയൊരു നോട്ടം വരും. ബോസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യട്ടെ. നീ മണ്ടത്തിലൊന്നും കാണിക്കില്ലേ, ഇത് അത്ര നിസ്സാരമായിട്ട് കാണുകയും ചെയ്യേണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് 3 പേർക്കും കൂടെ നേരിട്ട് അവനെ പോയി കണ്ട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിൻ്റെ വീടാണ്. അവിടെ ആയിട്ട് ജിനു പറയുന്നുണ്ട്, ജിൻ ഗിൽഡ് എങ്ങനെയുണ്ട് ഈ പേര്? ഇത് കേൾക്കാൻ നേരത്തെ തന്നെ നമ്മുടെ ജിൻഹോയ്ക്ക് സന്തോഷമാകും. ഒന്നും നോക്കാനല്ല, നല്ല കിഡിലും പേര്. നമുക്ക് ഇപ്പം തന്നെ അത് നമ്മുടെ ഒഫീഷ്യൽ പേരായിട്ട് മാറ്റിയേക്കണം. സോളോ പ്ലെയർ ഗിൽഡ് അല്ലാതെ വേറെ ഏത് പേരാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം തന്നെ സെലക്ട് ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലത്. പേരൊക്കെ സെറ്റായി. നമുക്കിനി ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. ഒരാളെ കൂടിയോ? അപ്പോൾ ഇന്നലെ വന്നതോ? എനിക്ക് തോന്നുന്നില്ല അവൾ നമുക്ക് സെറ്റാകുമെന്ന്. ഞാൻ നോക്കുന്ന ഒരാളും അവള് വേറെയാണ്. ജിൻഹോ ഞെട്ടിപ്പോയി. കാര്യം അവൾക്ക് കിട്ടിയ ലുക്കാണ്, അവളുടെ പെർഫോമൻസ് റെക്കോർഡ്സ് ഒക്കെ ഓഫ് ദ ചാർട്ടാണ്. ഒരു എസ് റാങ്ക് ഹണ്ടറാണ്. എന്നിട്ടും ആ ഗിൽഡിലേക്ക് വരാനായിട്ട് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, സാർ സത്യം പറ, താങ്കൾ ആരെയാണ് നോക്കുന്നത്? ആരെ പോലത്തെ ആൾക്കാരാണ് താങ്കൾക്ക് വേണ്ടത്? ഞാൻ പറയാം, അവർക്ക് എന്തായാലും ഹണ്ടർ ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ഒരു ഗിൽഡിൽ പോലും ചേരാൻ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ നല്ല ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരാളാണ് ഞാൻ നോക്കി നടക്കുന്നത്. കുറച്ച് പേരുടെ പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ നോക്കി കേൾക്കുന്നത്. നമ്മുടെ ജിൻവു പോയി തുറക്കുന്നുണ്ട്. കാര്യം മിസ്സസ് ചായ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ തുറക്കുന്നതെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നൈറ്റ് ഗിൽഡിലുള്ള പാർക്ക് ജോങ്സോ ആയിരുന്നു. നമ്മുടെ ജിൻഹോ ഒരേപോലെ ഞെട്ടിപ്പോകുവാണ്. എന്നിട്ട് അവർ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ജിൻഹോയുടെ അടുത്ത് അവർ പറയുന്നുണ്ട്, സാർ ഈ ഒരു ഗേറ്റ് കണ്ട വളരെ മാസീവ് ഉള്ള ഗേറ്റാണ്, പക്ഷേ ഇതൊരു എസ് റാങ്ക് ഗേറ്റ് അല്ല. എന്നാലും അതിൻ്റെ അകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന അവർ ഇത് വെച്ച് നോക്കിയിട്ട് ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗേറ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. സാർ താങ്കൾ ആ ന്യൂസ് കണ്ടു കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഹണ്ടർ അസോസിയേഷനിലെ ആരും തന്നെ ഞങ്ങൾക്ക് പെർമിറ്റ് തരുന്നില്ല. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ എസ് റാങ്ക് ഹണ്ടേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് റെയ്ഡ് ചെയ്യുന്നത് ടു റിസ്കി ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ
താങ്കൾ ഞങ്ങളുടെ സ്ട്രൈക്ക് സ്ക്വാഡിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പെർമിഷൻ തന്നിരിക്കും. നോർമലി ഇതുപോലത്തെ എസ്രാങ് ഹണ്ടേഴ്സിനൊക്കെ ഒരു ഗിൽഡ് ഹയർ ചെയ്യാൻ നേരത്ത് അവർക്ക് 10% പ്രോഫിറ്റ് കൊടുക്കാറുണ്ട്. ഞങ്ങൾ താങ്കൾക്ക് 20% തരാനും തയ്യാറാണ്. അപ്പം തന്നെ ജിൻവു പറയുന്നുണ്ട് 50-50, അതാണ് എൻ്റെ ചോയ്സ്. ഇത് കേൾക്കാൻ നേരത്ത് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ജിൻവു പറയുന്നുണ്ട്, ഞാൻ താങ്കളോട് ടീമപ്പ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ഹണ്ടർ എന്ന നിലക്കല്ല, പകരം ഒരു ഗിൽഡ് എന്ന നിലക്കാണ്. ഞാനൊരു പുതിയ ഗിൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്, അഹ്ജിൻ ഗിൽഡ്. ആ ഒരു നിലക്ക് വേണം നിങ്ങൾ എന്നെ കാണാൻ. സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40-60 എങ്ങനെയുണ്ട്? ഞാനിവിടെ നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കേൾക്കാർന്ന് അവനും മനസ്സിലായി ജിൻവു പക്ക സീരിയസ് ആണെന്ന്. പക്ഷേ അവൻ ചെറിയൊരു ഡിമാൻഡ് ഇവിടെ വെക്കുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡഞ്ചൻ ബോസിനെ താങ്കൾ ഡിഫീറ്റ് ചെയ്ത് തരും. അങ്ങനെ ആ ഡീൽ അവർ ഓക്കെ പറയുവാണ്. ജിൻവുവിനെ അവർ ബുസാനിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. കാര്യം അതിന് പിറ്റേ ദിവസം തന്നെയാണ് ഈ ഒരു റെയ്ഡ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ജിൻവുവിന് ചെറിയ പ്ലാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ നാളെ അവിടേക്ക് വന്നേക്കാം. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ ജിൻവുവിന്റെ ഷാഡോ ഒന്ന് അനങ്ങുന്ന ശ്രദ്ധിക്കും. എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവന്റെ ഷാഡോ ഇപ്പൊ അനങ്ങി, സത്യമായിട്ടും അനങ്ങി. നിനക്കെന്നെ അവരെ വട്ടുണ്ടോ? പെട്ടെന്ന് നമ്മുടെ ജിൻവുവിന് ഒരു കോൾ വരുവാണ്. ഞാനൊന്ന് പോകുവാണ്, എനിക്കൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻവു അവിടുന്ന് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ജിൻവുവിന്റെ അമ്മയായിരുന്നു. പുള്ളിക്കാരി ഒരു പുതിയ മൊബൈൽ എടുത്ത് ജിൻവുവിന്റെ വോയിസ് കേൾക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ജിൻവുവിനെ വിളിച്ചത്. ജിൻവു പറയുന്നുണ്ട്, അമ്മ ഇത്തവണ അല്ല, ഇന്ന് രാത്രി ഞാൻ എന്തായാലും വീട്ടിൽ വരുന്നുണ്ട്, ഫുഡ് റെഡിയാക്കി വെച്ചേക്ക്. അങ്ങനെ പിറ്റേ ദിവസമായി ആ ഒരു വലിയ ഗേറ്റും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഹണ്ടേഴ്സിനെ എല്ലാവരും കാണിക്കുന്നത് അവരെല്ലാവരും ഈ റെയ്ഡിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്നലെ ജിൻവുവിനെ ക്ഷണിക്കാൻ വന്ന ഒരു ഹണ്ടർ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ തന്നെ അവനിവിടേക്ക് കൊണ്ടുവരുന്നതായിരുന്നു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് തന്നെ ലേറ്റ് ആകും. പിന്നെ നമ്മുടെ ജിൻവുവിനെ കാണിക്കുന്നുണ്ട്. അവനായിട്ട് അവന് വീണ്ടും പുറത്തിറങ്ങി നോക്കാൻ നേരത്ത് നല്ല മഴക്കാറുണ്ട്. സോ അവൻ്റെ അനിയത്തിയായ ജിന്ന കൊട എടുത്താന്ന് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും താമസിച്ച സ്ഥിതിക്ക് അവൻ നേരെ അവിടേക്ക് പോകാൻ റെഡിയായി. അവൻ ഷാഡോ എക്സ്ചേഞ്ച് യൂസ് ചെയ്താണ് ഇപ്പോൾ നമ്മുടെ ജിൻവു അവിടേക്ക് പോകാനും പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു സ്കൂളാണ്. അതിൻ്റെ അകത്ത് 3 പിള്ളേരുണ്ടായിരുന്നു. അവന്മാർ നടന്ന് ഓരോന്നൊക്കെ സംസാരിച്ച് ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറുവാണ്. അതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു ഗേറ്റ് ആയിരുന്നു. അതിനകത്ത് ഒരു പയ്യൻ ആ ഗേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് പറയുന്നുണ്ട്, ആരും പേടിക്കുന്ന വേണ്ട, ഗേറ്റിൻ്റെ അകത്തുനിന്ന് ആർക്കും പുറത്തേക്ക് വരാൻ സാധിക്കത്തില്ല, എനിക്ക് ഉറപ്പാണ് ഇത് എന്തായാലും സേഫ് ആയിരിക്കുമെന്ന്. എന്നാൽ പെട്ടെന്ന് ആ ഗേറ്റിന് ഒരു ക്രാക്ക് വഴിയെ ഒരു കൈ വന്ന് ആ പയ്യൻ്റെ തലയിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ പൊക്കിയെടുക്കുന്നുണ്ട്. അവൻ വേദന കൊണ്ട് കാറുന്നുണ്ട്, എന്നെ രക്ഷിക്കടാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. പക്ഷേ അവൻ്റെ കൂട്ടുകാരുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ തല പൊട്ടിച്ചെതറി ചോര തെറിക്കുവാണ്. പെട്ടെന്ന് ആരൊരാൾ ആ ഗേറ്റിന് പുറത്തേക്കും വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ 3 പയ്യന്മാരും മരിച്ചവിടെ കിടക്കുന്നതാണ്. ചോരയിൽ കുളിച്ചാണ് അവിടെ കിടക്കുന്നത്. പെട്ടെന്ന് ആ ഗേറ്റിന്റെ പുറത്തേക്ക് ഒരു വലിയ മോൺസ്റ്റർ ഇറങ്ങുന്നുണ്ട്. അതൊരു ഓർക്കാണ്. ചില ജീവികളുണ്ട്, ജനിക്കുമ്പോൾ തന്നെ പ്രെഡേറ്റർ ആയിട്ടായിരിക്കും അവർ പുറത്തേക്ക് വരുന്നത്. അവർക്ക് അത്ര വലിയ ഇന്റലിജൻസ് ഒന്നും കാണത്തില്ല. പക്ഷേ മനുഷ്യരെ വെച്ച് നോക്കാൻ നേരത്ത് അവരുടെ ഇരയെ ട്രാക്ക് ചെയ്ത് ഹണ്ട് ചെയ്യാനുള്ള പവർ അത് വളരെ കൂടുതലാണ്. അവർക്ക് മനുഷ്യരുടെ ചോരയും മനുഷ്യരുടെ മാംസവും ഭയങ്കരധികം ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ കാരണം അവരുടെ മിഷന് അവർ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുത്ത് അവരുടെ ഇൻസ്റ്റിങ്സിനെ മാക്സിമം സർപ്രസ് ചെയ്ത് വെക്കും. ഒരാഴ്ച അവർ ആ ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ തന്നെ ഇരുന്നു. എന്നാൽ അധിക നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർക്ക് പ്രേയിന് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ 6th സെൻസ് ആക്ടിവേറ്റ് ചെയ്തു. അവരിവിടേക്ക് വന്നു. ഇവിടെ മുഴുവൻ പ്രേസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുകളിലൊരു നിലയുണ്ട്, അതിൻ്റെ മുകളിൽ മറ്റൊരു നിലയുണ്ട്. ഇതേതോ കോംപ്ലക്സ് ആയുള്ള ഏതോ ക്യാസിൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഹണ്ട് ചെയ്യാൻ പോകുവാണ്, നീ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ നോക്കും. ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും കൊന്നു കഴിഞ്ഞ് ഈ പൊസിഷൻ നമുക്ക് തന്നെ നേടിയെടുക്കണം. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. അവ ദൂരത്തട കുറേയധികം പിള്ളേരുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ ഈ മോൺസ്റ്ററിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡ് അവരുടെ തൊട്ടു ഫ്രണ്ടിലേക്ക് ഈ ഓർക്ക് ചെന്ന് അവരങ്ങോട്ട് കൊന്നു കളയുവാണ്. ഇതേ സമയം നമ്മുടെ ജിൻവു ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഈ ഗേറ്റ് വീഡിയോ കണ്ട പോലെയല്ല, ഭയങ്കരധികം വലുതാണ്. എന്നാൽ കുറെ അധികം പേര് നമ്മുടെ ജിൻവുവിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ നൈറ്റ് ഗില്ലിലുള്ള മെയിൻ ഹീലർ ആയിട്ടുള്ള ജങ് യറി അവരെല്ലാവരും തടഞ്ഞ് ജിൻവുവിന് ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷൻ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ബാക്കിയുള്ളവർ അത്ര ഹാപ്പി ഒന്നുമില്ല. കാര്യം അവരുടെ എല്ലാവരുടെ മനസ്സിൽ നമ്മുടെ ജിൻവു ആയിരുന്നു ഈ ഒരു റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ജിൻവുവിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നൈറ്റ് ഗിൽഡ് തന്നെയായിരിക്കും റെയ്ഡ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ജിൻവു ഏറ്റവും ബാക്കിലായിട്ട് അവർക്കൊരു സപ്പോർട്ട് എന്ന നിലയിലാണ് വരുന്നത്. അത് മാത്രമല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ജിൻവു അവിടെ ഇടപെടത്തുള്ളൂ. അങ്ങനെ അവർ ആ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹണ്ടർ അസോസിയേഷനിലെ എമർജൻസി ലൈൻ ഹെഡ് ക്വാർട്ടേഴ്സിനാണ്. ഹലോ, ഹണ്ടർ അസോസിയേഷനിലെ എമർജൻസി കോൾ ലൈൻ ആണ്. താങ്കൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഹണ്ടർ അസോസിയേഷനല്ലേ? അതെ, താങ്കൾക്ക് എന്താണ് ചെയ്യേണ്ടത്? വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞോളൂ. ഞാനിപ്പോൾ സ്കൂളിലാണുള്ളത്. ഇവിടെ മുഴുവൻ മോൺസ്റ്റേഴ്സ് ആണ്. മോൺസ്റ്റേഴ്സോ? സ്കൂളിന്റെ പുറത്തോ? ഇതൊരു ഡഞ്ചൻ ബ്രേക്ക് ആയിരിക്കോ? നീ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഞാനിപ്പോൾ ബാത്റൂമിൽ പാത്തിരിക്കുവാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അവരെല്ലാവരും, നീ വിഷമിക്കേണ്ട, അവിടെ എത്ര പേരുണ്ട്, അവിടെ എത്ര മോൺസ്റ്റേഴ്സ് ഉണ്ട്, നിന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകുന്നു. പക്ഷേ എല്ലാവരും കിടന്ന് കാർത്തുണ്ട്. എനിക്ക് പേടിയാകുന്നു. ഞാൻ ചിലപ്പോൾ മരിക്കുമെന്നാണ് തോന്നുന്നത്. നീ പേടിക്കാൻ വേണ്ട, ഹണ്ടേഴ്സ് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം ഒന്ന് റീകോൾ ചെയ്ത് പറയാൻ സാധിക്കുമോ? നീ ആരെയാണ് കണ്ടത്, എന്താണ് കണ്ടത്, എന്തെങ്കിലുമൊക്കെ? എനിക്ക് മോൺസ്റ്റേഴ്സിന്റെ പേര് അറിയാമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് അവരെ
അവർ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് സത്യം പറയാൻ നന്നായിട്ട് എന്നെ പേടിയാകുന്നുണ്ട്. നീ പേടിക്കണ്ട, നീ പറ്റുന്ന രീതിയിൽ അവരുടെ പേര് ഓർത്തെടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവരെ കുറിച്ചൊന്ന് പറയാൻ നോക്ക്. അവർക്ക് മനുഷ്യരെ പോലെ തന്നെയാണ് അവരുടെ ലുക്കൊക്കെ, പക്ഷെ നല്ല മസ്കുലറാണ്. അതുമാത്രമല്ല പച്ച സ്കിന്നാണ് അവർക്കുള്ളത്. പച്ച സ്കിന്നോ? ഇത് കേൾക്കാനത്ത് അവൾ ഞെട്ടിപ്പോകും. അവർ ഓർക്സ് ആണോ? അതെ, അത് തന്നെ, അതാണ് അവരുടെ പേര്. ഇതേ സമയം ആരൊരാൾ ആ ബാത്റൂമിലെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. കൊച്ചേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. നീ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഓർക്സ് നിന്റെ സ്മെല്ല് കിട്ടുന്നതായിരിക്കും. അവർക്ക് നിന്നെ സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. പെട്ടെന്നായിരുന്നു ആ പെങ്കൊച്ച് കിടന്ന് കാറുന്ന ശബ്ദം അവളെ കേൾക്കുന്നത്. ആ കോൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് ആ പെങ്കൊച്ച് മരിക്കുന്നത്. ഇത് കേട്ടോണ്ടിരുന്ന അവൾ വരെ നന്നെ ഡൗൺ ആയി പോകുന്നുണ്ട്. ഇതേ സമയം ബാക്കിയുള്ളവരെ എല്ലാവരും ഈ ഓക്സ് കൊല്ലുവാണ്. കുറെ പേരൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും കുറെ പേരൊക്കെ മരിക്കുന്നുണ്ട്. ഭണ്ഡാരം കുറേയധികം പ്രൈസ് ഒക്കെ രക്ഷപ്പെട്ടു പോയില്ല. പക്ഷെ എങ്കിലും കുറെ പേരൊക്കെ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു മേലിൽ കുറച്ച് പേരുണ്ടെന്നാണ്. ഞാൻ എന്തായാലും മേലിലേക്ക് പോകാൻ പോകുവാണ്. എന്നിട്ട് അവരെല്ലാവരും സ്ലോട്ടർ ചെയ്ത് തന്നെ കൊല്ലാൻ പോകുവാണ്. ഇതേ സമയത്ത് മേലിൽ കുറേയധികം പിള്ളേർ അവിടെ ക്ലാസ് റൂമൊക്കെ ബെഞ്ചും ഡെസ്കൊക്കെ പിടിച്ചിട്ട് സേഫ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടായില്ല. അതിൻ്റെ അകത്തൂടെ പെട്ടെന്ന് ഒരു ഓർക്ക് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് മറ്റേ സൈഡിൽ കൂടെ ഒരു പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ചെല്ലുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ അവനെക്കകത്ത് ഒരു ഓർക്കുണ്ടായിരുന്നു. അവന് രണ്ടായിട്ട് തന്നെ ആ ഓർക്ക് വെട്ടിമുറിച്ച് കളയും. അപ്പോൾ ഒരു ഓർക്ക് പറയുന്നുണ്ട്, ചീഫ്, ഈ കൂട്ടത്തിൽ ഏതൊരു മനുഷ്യന് എനിക്ക് മാനർ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചീഫ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനെ തന്നെ നമുക്ക് ആദ്യം തന്നെ കൊന്നേക്കാം. ഈ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെ ജിന്നുവിൻ്റെ അനിയത്തിയുള്ള ഒരു 100 കൂട്ടുകാരിയില്ലേ, അവളും ഉണ്ടായിരുന്നു. നീ പേടിക്കണ്ട, ഞാനൊരു റാങ്ക് 100 പക്ഷെ ഞാനും അവേക്കൺ ചെയ്തിട്ടുണ്ട്. എടി, നീ എന്തോ നീ പറയുന്നത്? നീ പറഞ്ഞത് ആ മനുഷ്യനെ കുറിച്ചാണോ? അല്ല, അവനെ കുറിച്ചല്ല, അവളുടെ അടുത്ത് നിൽക്കുന്ന ഒരുത്തിനെ കണ്ട അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സോ ആ സ്മെല്ല് നിന്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ജിന്നുവിനെ അതിൻ്റെ അത്ര ഓർക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അവൾ പേടിച്ച് കണ്ണ് പൊട്ടുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ പറ്റാത്തതുകൊണ്ട് അവൾ കണ്ണ് തുറന്ന് നോക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മുടെ ജിന്നുവിൻ്റെ ഒരു ഹൈ ലെവൽ ഓർക്ക് ആ ഒരു ഓർക്കിൻ്റെ കൈ ഇങ്ങനെ കുത്തി പിടിച്ചിരിക്കുന്നതാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ഗ്രീൻ ഓർക്കിൻ്റെ മുഖത്ത് നോക്കി ഒരു കിടിലം പഞ്ച് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചിന്റെ ഒരു പവർ കാരണം സ്കൂളിന്റെ മേലത്തെ ഒരു ഫ്ലോറും പൊട്ടി ആ ഓർക്ക് പുറത്തേക്ക് തെറിച്ചു പോകും. ജിൻഹയുടെ ഷാഡോയിലുണ്ടായിരുന്ന ജിന്നുവിന്റെ 3 ഹൈ ലെവൽ ഓർക്ക് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. ഇതേ സമയത്ത് അവർ കയറിയ ആ ഒരു ഡഞ്ചിന്റെ അകത്ത് ഒരു ട്വിൻ ഹെഡഡ് ഓർക്ക് ഉണ്ടായിരുന്നു. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് ഈ ഒരു ഓർക്ക് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് അതിലൊരാൾ ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഷീൽഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിൽ ബാക്കിയുള്ള ഒരു ഹണ്ടർ ഈ ഓർക്കിന്റെ കണ്ണ് തന്നെ മുറിച്ചു കളയും. എന്നിട്ട് ബാക്കിയുള്ള 2 പേരും കൂടെ ഈ ഓർക്കിനെ വട്ടം പല ഭക്ഷണങ്ങളായിട്ട് മുറിച്ച് അതിനെ താഴെ ഇടുവാണ്. പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു ഹണ്ടർ ജിനുവിനോടൊക്കെ പറയുന്നുണ്ട്, ഇത് ഇത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ട്വിൻ ഹെഡർ ഓർക്കിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അപ്പൊ ജിനുവ് പറയുകയും ചെയ്യും, അത് ഗ്രേവ് കീപ്പേഴ്സ് എന്നല്ലേ. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരിൽ ആരെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ഇതിൻ്റെ അത് 100 ആയിട്ടുള്ള കുറെ ആർമി ഉണ്ടെന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ദൂരത്ത് നിന്ന് കുറെ 100 ഉള്ള ആർമി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ അടുത്തേക്ക് അടുക്കത്തില്ല. എല്ലാവരും അവിടെ അനങ്ങാതെ നിൽക്കുവാണ്. ബാക്കിയുള്ള ഹണ്ടേഴ്സിന് ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മുടെ ജിനുവ് ആകെപ്പെടെ ഡിസപ്പോയിന്റഡ് ആണ്. കാര്യം പുള്ളിക്കാരൻ ഒരു ഹൈ ടയർ എ റാങ്ക് ഡഞ്ചൻ എന്നൊക്കെ പറയാൻ വന്നെങ്കിലും ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ജിനുവിന് ആ ഒരു സംഭവം കത്തും. എനിക്ക് എന്തോ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ പോകുവാണ്, എനിക്കൊരു അർജന്റ് മാറ്റർ തന്നെ വന്നിട്ടുണ്ട്. താങ്കൾ എന്താണ് പറയുന്നത്? പോകുവാണ്. കുറച്ചു നേരം നമ്മുടെ ജിനുവൊന്നും മിണ്ടായിരുന്നിട്ട് പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അത്ര തന്നെ റിലയബിൾ ആയിട്ടുള്ള മറ്റുള്ള ആളെ ഇവിടേക്ക് തരാം. എന്തായാലും അവൻ നിങ്ങളുടെ കാര്യം എല്ലാം നോക്കിക്കോളും. ഇത് കാണാൻ നേരത്ത് എല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ജിൻവുസൻ, അത് ജിജുസിലിന്റെ ആ ഒരു ആൻഡ് അല്ലേ? ഇവനെ കുറിച്ച് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരിയൊന്നും വേണ്ടല്ല. അവൻ നിങ്ങളുടെ കാര്യം എല്ലാം നോക്കിക്കോളും. ബെറു, എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം, മനുഷ്യരെ എല്ലാവരും തന്നെ. അപ്പൊ ബാക്കിയുള്ളവരെ അത് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ബെറു കിടന്ന് കാറാൻ തുടങ്ങും. ആ കാറുന്നതിന്റെ ഒരു പവർ കാരണം അവിടെ ഉണ്ടായ ഷോക്ക് വേവ് കാരണം തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ജിന്നു പുള്ളിക്കന്റെ കുറച്ചധികം ഷാഡോസിനും കൂടെ അവിടേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 പേരുണ്ടായിരുന്നത്. നമ്മുടെ ജിന്നു വന്നിട്ട് അവിടുന്ന് പോകാൻ പോകുമ്പോൾ പെട്ടെന്ന് അതിലുണ്ടായിരുന്ന ഒരു ഹണ്ടർ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ മോൺസ്റ്റേഴ്സിനൊക്കെ ഇവിടെ അഴിച്ചു വിട്ടിട്ട് താങ്കൾ ഇത് എവിടേക്ക് പോകുവാണ്? നിനക്കൊക്കെ അത്രക്ക് വിഷമാണെങ്കിൽ ഒരുത്തരം ഞാൻ വിടുന്നില്ല, ഞാൻ തന്നെ അവന്മാരെ കൊണ്ടുപോക്കോളാം. എന്താ അത് മതിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ ജീവനോടെ ഇതിന്റെ അന്ന് പുറത്തിറങ്ങാൻ പറ്റും, അത് മതിയോ നിനക്കൊക്കെ? എന്നാൽ ഇത് കേൾക്കാൻ നിർത്തി നമ്മുടെ ബാക്കിയുള്ള ഹണ്ടേഴ്സ് ഒക്കെ പേടിച്ച് വിറച്ചു പോകും. ജിന്നു വന്നിട്ട് പുള്ളിക്കന്റെ ഷാഡോ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു. അതായത് 1 മണിക്കൂർ 42 മിനിറ്റും 16 സെക്കൻഡും കൂടെ എനിക്ക് കഴിയണം. അത്രയും നേരം നമ്മുടെ ജിനുവിന് വെയിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് പെട്ടെന്നായിരുന്നു അവൻ പുറത്തേക്ക് ഓടുന്നത്. അപ്പൊ പറയുന്നുണ്ട്, ജിൻഹയുടെ കൂടെ ഉണ്ടായിരുന്ന ഷാഡോസിൽ നിന്നാണ് എനിക്കിപ്പോൾ ഒരു സിഗ്നൽ കിട്ടിയത്. ഇത് കണ്ടിട്ട് എനിക്ക് എന്തായാലും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അവൻ പോകുന്ന വഴി കുറേയധികം 100 ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് അവന്റെ വട്ടം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ജിനുവിന് ദേഷ്യം വന്ന് പുള്ളിക്കനെ ടാഗ് എടുത്ത് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറാന്ന് പറഞ്ഞാണ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ജിനുവിനെ കാണുന്നിടത്ത് തന്നെ അവിടെ മുട്ടുകുത്തി ഇരിക്കുവാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ജിനു എന്ന് പറയുന്നത് ഒരു ഹയർ ക്ലാസ് നെക്രോമാൻസ് ആണ്. അതുകൊണ്ടാണ് ഈ 100 ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് എല്ലാവരും അവന്റെ ഫ്രണ്ടിൽ മുട്ടുകുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവരുടെ മേലിൽ കൂടെ ചാടിയിട്ട് നമ്മുടെ കൈസ് എല്ലാം വിളിക്കുന്നുണ്ട്. ജിൻവും കൈസും കൂടെ അങ്ങനെ
അതിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. അതേസമയം തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ജിനുവിനെ നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് പുള്ളി തന്റെ മൊണാർച്ച് ഡൊമൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നിടത്ത് പുള്ളിക്കാരൻ്റെ ഒരു ലെവലിൻ്റെ അകത്തുള്ള പുള്ളിക്കാരൻ്റെ ഒരു പരിധിയുടെ അകത്തുള്ള എല്ലാ ഷാഡോസിന്റെ പവേഴ്സ് 50% ഉയരുന്നതായിരിക്കും. എന്നിട്ട് ജിനു പറയുന്നുണ്ട്, കൈസിൽ നിന്നെ കൊണ്ട് പറ്റാവുന്ന വേഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ സിസ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ഇടാവുന്നതാണ്. സോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയുടെ ഒരു ഹോണസ്റ്റ് റിവ്യൂ താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട.